ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പുതിയതായി വാങ്ങിയ അഡീനിയം ചെടികളുടെ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ആണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു വൈറ്റ് വെറൈറ്റി അഡീനിയം ചെടിയാണ്. ഇതിൽ പൂക്കളൊക്കെ വിരിഞ്ഞ് കുറച്ചൊക്കെ വാടാനും തുടങ്ങിയിരിക്കുന്നു. ഇത് വേറൊരു വെറൈറ്റി അഡീനിയമാണ്. ഇതിലെ പൂക്കളുടെ മൊട്ടുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല. ഞാൻ പ്രൂൺ ചെയ്തതിന് ശേഷം ഇതിൽ പൂമൊട്ടുകൾ ആദ്യമായിട്ട് വരികയാണ്. നല്ല ഹെൽത്തി ആയിട്ടാണ് പൂമൊട്ടുകളൊക്കെ തന്നെ വന്നിരിക്കുന്നത്. അതുപോലെ ഇതൊരു മൾട്ടി പെറ്റൽ വെറൈറ്റി അഡീനിയമാണ്. ഇതിൽ നമ്മൾ കാണുന്ന പോലെ കണ്ടോ, അതിൻ്റെ പൂക്കളും മൊട്ടുകൾ വരുന്നുണ്ട്, പക്ഷേ അത് വാടിയും അതുപോലെ തന്നെ എന്തോ കേട് വരുന്ന പോലെ അപ്പോൾ തന്നെ അത് പൊഴിഞ്ഞു പോകുന്ന ഒരു ഇതാണ് കണ്ടുവരുന്നത്. മുഴുവൻ പൂമൊട്ടുകളും പൂക്കളായി മാറുന്നില്ല. അപ്പം ഇതാണ് ഞാൻ കാണിക്കാൻ വെച്ചിരുന്ന ഒരു സന്തോഷ അല്ലെങ്കിൽ നല്ല മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ മാർച്ച് 5-ന് എൻ്റെ കയ്യിൽ കിട്ടിയ ഫ്ലവർ കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയ എൻ്റെ അഡീനിയം ചെടി. ഗോൾഡൻ സ്റ്റാർ എന്ന വെറൈറ്റി ആയിരുന്നു. അത് നല്ലപോലെ പൂ തുലഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിലെ ഓരോ ശിഖരത്തിലും പൂമൊട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയായിരുന്നു കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പൂക്കൾ വിരിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന്. ഇതിൽ ഇപ്പോഴും നിലവിൽ മുഴുവൻ പൂമൊട്ടുകളും വിരിഞ്ഞിട്ടില്ല, ഇനിയും പൂമൊട്ടുകൾ വിരിയാനുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ അതിന് ആ കാഴ്ച ഒരു ഭംഗിയുള്ള കാഴ്ച ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം അല്ലേ, എന്തൊരു ഭംഗിയാണ്. ആ ചെടിയിലെ ഇലകൾ തന്നെ കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത്. ഈ ഒരു പൂവാണ് ഈ ചെടിയിൽ എനിക്ക് ആദ്യമായിട്ട് വിരിഞ്ഞ് കിട്ടിയത്. ഇത് വിരിഞ്ഞിട്ട് തന്നെ ഒരു 4 ദിവസത്തിലേറെയായി. കണ്ടോ, അതിൻ്റെ ആ ഷെയ്ഡ് വളരെ നല്ലതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ആ യെല്ലോ കളറിനൊരു ഫെയ്ഡിങ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാനിത് ഞങ്ങളുടെ വീട്ടിലെ നടയിലാണ് വെച്ചിരിക്കുന്നത്, തിണ്ണയിലെ നടയിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ ഷെയ്ഡുണ്ട്, അതുകൊണ്ട് ഒരു ലേശം പോലും മഴ നനയാറില്ല. പക്ഷേ നല്ല വെയിൽ, ഒരു ദിവസത്തിൽ ഒരു 6-7 മണിക്കൂറോളം വെയിൽ നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയത്ത് പൂ പൊഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പൂ ചീഞ്ഞു പോകുന്ന ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ദിവസം ആ പൂ അവിടെ നിന്നത്. കണ്ടോ, ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് എനിക്ക് ഫ്ലവർ കാർട്ടിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് അവർക്ക് വലിയൊരു താങ്ക്സ് ഞാൻ കൊടുക്കുകയാണ്. കാരണം ഞാൻ വലിയൊരു അഡീനിയം ലവറാണ്. ഇങ്ങനെ ഒരു പ്ലാന്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ അഡീനിയം ലവേഴ്സിന് വലിയൊരു കാര്യമാണ്. ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് കിട്ടിയാൽ അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പൂ തരുമെന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ഇവർക്ക് വെയിൽ അത്യാവശ്യം വേണ്ടിയ ഒരു ചെടിയാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സൈഡ് നിറച്ച് ഒറ്റ ശിഖരങ്ങളോ അല്ലെങ്കിൽ പൂമൊട്ടുകളോ പൂക്കളോ ഈ സൈഡിലേക്കില്ല. നേരെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അതിൻ്റെ ആ പൂവുകളും പൂമൊട്ടുകളും എല്ലാം തന്നെ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ എങ്ങോട്ടടിക്കുന്നോ ആ ഭാഗത്തേക്കാണ് ഇവരുടെ വളർച്ച വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ പൂക്കൾ നിൽക്കുന്നത്. അപ്പം ഇതും ഒരു വലിയ ഒരു പ്രത്യേകതയുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെ വരുന്ന അതിഥികളെ സ്വീകരിക്കാൻ നിൽക്കുന്ന പോലെ വളരെ ഭംഗിയോടുകൂടി തന്നെയാണ് ഈ അഡീനിയം ചെടി എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർക്കായിട്ട് ഞാൻ പറയുവാണ്, ഞാൻ ഇതും അതുപോലെ തന്നെ 2 അഡീനിയം ചെടികളും കൂടെ ഞാൻ ഒരു ഓൺലൈൻ സൈറ്റായ ഫ്ലവർ കാർട്ടിൽ നിന്നും മാർച്ച് മാസത്തിൽ വാങ്ങിയതാണ്. അതിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വെറൈറ്റിയുടെ കോഡ് നമ്പർ അവർ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ സ്റ്റാറും പേര് അതുപോലെ തന്നെ 29 എന്ന് പറഞ്ഞ കോഡ് നമ്പറുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക എല്ലാവരും.